ആൾക്കാർ കയറുന്നുണ്ട് അതിന്റെ അകത്തോട്ട്. നമ്മൾ അറിയുന്ന ചിലതൊക്കെ അറിയുന്നുണ്ട്, ചിലതിപ്പോ നമ്മൾ പോലും അറിയാണ്ട ആൾക്കാർ വന്ന് കയറുന്നുണ്ട്. ഇനിയിപ്പോ എൻട്രി ഫീ ഒക്കെ വേണം ഇതിന് വേണ്ടി. പിന്നെ എല്ലാരും അങ്ങനെ വന്ന് കയറി കഴിഞ്ഞാൽ സത്രോ അതിനുവേണ്ടി തന്നെ ഇപ്പൊ ഷെയ്ഖിന്റെ പറ്റിക്കണുണ്ട്. എന്നാലും അവിടെ ക്യാമറ എന്തെങ്കിലും ഇപ്പോൾ സീസിക്കും, അവിടുന്ന് കോപ്പി ചെയ്യാന്ന്. അവിടെയൊക്കെ വെച്ചിട്ട് ആരെങ്കിലും ഫോട്ടോ എടുക്കാൻ വരുമ്പോഴോ ആരെങ്കിലും ഇങ്ങനെ കൈ പെട്ടെന്ന് നോക്കുന്നത് ഈശ്വര ക്യാമറ കണ്ട ഇന്ന് തന്നെ നമ്മൾ എത്ര പ്രാവശ്യം പറഞ്ഞല്ലേ. അത് നിത്യജീവിതത്തിൽ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണെന്ന് നമ്മൾ ഇപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത്. ഇപ്പൊ അതിൽ കോൺഷ്യസ് ആവാൻ തുടങ്ങി. ക്യാമറ നടന്നു വരുമ്പോ തന്നെ കൈ തന്നെ തന്നെ തരാണ്ട് പോയത്. നടന്നു വന്നപ്പോ ഞാൻ ഇങ്ങനെ വന്നു, നമുക്ക് ഇങ്ങനെ നിൽക്കുക. അതിപ്പോ വീഡിയോ എടുക്കണവരും ഇത് നോക്കിക്കൊണ്ടായിരിക്കുന്നു, വല്ലതും കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാണ്. നമ്മളും അപ്പൊ ജീവിതത്തില് ദൈവമേ ഷെയ്ക്കാൻ്റെ കൊടുക്കുമ്പോ എല്ലാം കോൺഷ്യസ് ആ എല്ലാരും. ഇതിലാണ് പുറത്തൊക്കെ കുറച്ചായിട്ടെങ്കിൽ ഇപ്പൊ നാല് പേരുടെ ഒറ്റ ക്യാമറയിൽ വെക്കുന്നത്. ഒരാൾക്ക് ഒരെണ്ണം പോയിട്ടുണ്ട്, മറ്റൊരാൾക്ക് പോയിട്ടുണ്ട്. ഇവിടെ എന്താ കാരണം ത്രൂ ഔട്ട് ഒരാളെ മാത്രം, നീ അവനെ മാത്രം പിടിച്ചത്. സമ്മാനദാനം ഒക്കെ ഉണ്ടെങ്കിൽ അറ്റൻഷൻ ആവുക. മാറിപ്പോകും. വരുന്ന ആള് കൈതരാനാണോ വരുന്നത്, സർട്ടിഫിക്കറ്റ് കൊടുക്കാനാണോ? നിങ്ങളെ രണ്ടുപേരുടെ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അപ്പം നമുക്ക് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അല്ല ഞാനിങ്ങനെ ബേസിലും അതുപോലെ നിൽക്കുന്നു. കൈവിടന്നില്ലേ ഞങ്ങള് എന്തോന്നാലും ഇങ്ങോട്ട് തന്നാലേ കൊടുക്കുള്ളൂ. കുറച്ച് പ്രായമുള്ള ചേട്ടനോട് പുള്ളി പറ്റിക്കുള്ളൂ എന്ന് വിചാരിച്ചു കൈ വന്ന് ഞങ്ങൾ കൊടുക്കാൻ പോയപ്പോ തന്നെ പുള്ളി വിട്ടു. അപ്പൊ ഇത്രയും ബുക്ക് ചെയ്യാൻ പേര് പിടിച്ചു. അത് പക്ഷെ ഞാൻ പറയുകയും ചെയ്തപ്പോ തന്നെ കിട്ടി. എന്നിട്ട് എയറിൽ പുള്ളി ജയിക്കാൻ കാണിച്ചിട്ടൊക്കെ അക്കരക്കരയില് കൊടുക്കാൻ പറ്റും. ഇനിയിപ്പോ ഇതിന് കുറവ് വരത്തില്ല, കൂടത്തേ ഉള്ളതല്ലേ. ഫുട്ബോൾ കളിയുടെ ഇടയിൽ ഞാൻ പ്രതീക്ഷിച്ചില്ല 10